പുതിയതായി സ്ഥാനമേറ്റ നഗരപിതാവിന് മർച്ചന്റ് അസോസിയേഷന്റെ സ്വീകരണം. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴ വാർത്തകൾ. തൊടുപുഴയിൽ പുതിയതായി സ്ഥാനമേറ്റ നഗരപിതാവ് കെ ദീപകിന് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം. തൊടുപുഴ പട്ടണത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് മർച്ചന്റ് അസോസിയേഷൻ ഉന്നയിച്ചത്. മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളോടും വ്യാപാര മേഖലകളോടും തൊടുപുഴ മുനിസിപ്പാലിറ്റി മൃദു സമീപനം സ്വീകരിക്കുമെന്ന് കെ ദീപക് സ്വീകരണ വേളയിൽ മർച്ചന്റ് അസോസിയേഷൻ ഉറപ്പു നൽകി. സ്വീകരണ വേളയിലെ അധ്യക്ഷ പ്രസംഗത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണി ദീർഘകാലങ്ങളായി തൊടുപുഴ പട്ടണം അനുഭവിക്കുന്ന വിവിധ ആവശ്യങ്ങൾ, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് വിഷയങ്ങൾ ഉൾപ്പെടെ ടൗണിന്റെ വികസന പദ്ധതികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നും പട്ടണത്തിലുടനീളം തലങ്ങും വിലങ്ങുമായിട്ടുള്ള അനധികൃത വഴിയോര കച്ചവടങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ട്രാഫിക് ബുദ്ധിമുട്ടുകൾ, കൂടാതെ വ്യാപാരി വ്യവസായികൾ ദിനംപ്രതി അനുഭവിച്ചു വരുന്ന പല നിയമ വിഷയങ്ങളും ഈ സ്വീകരണ വേളയിൽ ചെയർമാന് വലിയൊരു പരാതി എന്ന രീതിയിൽ ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. സെക്രട്ടറി സി കെ നവാസ്, ട്രഷറർ അനിൽ പി ഡി പറമ്പിൽ, നാസർ സൈര, ഷെരീഫ് സർഗം, ജോസ് കളരിക്കൽ, കെ പി ശിവദാസ്, സാരി എസ് മുഹമ്മദ്, ഷിയാസ് എം ബി എസ്, ലിജോൺസ് ഹിന്ദുസ്ഥാൻ എന്നിവർ സ്വീകരണ വേളയിൽ പങ്കെടുത്തു. അത് മുനിസിപ്പൽ ചെയർമാൻ കാര്യമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണം. വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിനും ഞങ്ങൾ യോജിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അത് ഞങ്ങളെ ഉപയോഗിക്കാത്ത ഒരു നിലപാട് ചെയർമാൻ ഭാഗത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിവാസം അവസാനിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ഏതാണ്ട് 200ഓളം പേർക്ക് മുനിസിപ്പൽ ലൈസൻസ് അടയ്ക്കുകയും ടാക്സുകൾ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ തൊടുപുഴയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സംവിധാനം ഉണ്ടായത്. എച്ച്.ഐയുടെ താഴെയുള്ള 2 കേസ് ഒപ്പിക്കുകയോ, കാരണം ബിൽഡിംഗ് ടാക്സ് അപ്പൊ ഇത് ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് ഇവിടുത്തെ സ്റ്റാഫ് പോയി 2-3 പ്രാവശ്യം വന്നുകൊണ്ട് പിന്നെ എച്ച്.ഐ പുള്ളിയുടെ തന്നെ ലൈസൻസ് കൊടുക്കണമെന്നാണ് നിയമം. അപ്പൊ തൊടുപുഴ മുനിസിപ്പാലിറ്റി മാത്രം ആണ് ഒരു നിയമത്തിലാണ് അദ്ദേഹത്തിന് സ്വീകരണവും മറുപടി പുസ്തകവും അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പൊ ഇതും ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമൂഹം നോക്കിക്കാണുന്നത് കഴിവും പ്രാപ്തിയും എല്ലാ ഒത്തണികൾ ചെയർമാൻ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിലവില് ഒരു വീടായിരുന്ന സ്ഥാപനം, അതിനകത്ത് 500 രൂപയാണ്. അത് മാറ്റി കൊമേഴ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ കൊടുത്തു. കൊമേഴ്സിലാക്കിയുള്ള ടാക്സ് 22,000 രൂപ. സംവിധാനത്തിന് വേണ്ടി അതിന് പോലും അപേക്ഷ കൊടുത്തത് 4 മാസം. ജനുവരി തുടങ്ങേണ്ട സ്ഥാപനം എന്നിട്ടിപ്പോ ഏപ്രിൽ മാസമാണ് തുടങ്ങാൻ സാധിച്ചത്. അതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി ഇവിടെ കൂടിയിരുന്ന കുറെ അംഗങ്ങൾക്ക് ചെയർമാനോട് പല കാര്യങ്ങളും പറയാനുണ്ട്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് കെ വിജയൻ.